ഹായ് ഓൾ, വെൽക്കം ടു നോ ലൂമി. ലൂമി സ്പിന്നിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 20ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് ആണ്. അതായത് സിംപ്ലി എന്താണ് ഒരാൾ നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഡയറക്ഷൻ വെച്ചുള്ള മൂവ്മെൻറ്റ് വെച്ച് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനല്ല, തന്ന സാധനം വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് ഡയറക്റ്റായി അപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് ഡയറക്ഷൻസ് ഏതാണ്. ഇതെല്ലാവർക്കും അറിയുണ്ടാവും. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നോക്കാൻ. ഇതെന്താ വരിക? നോർത്ത് ഈസ്റ്റ്, ഇതെന്താ വരിക? നോർത്ത് വെസ്റ്റ്, ഇതെന്താ വരിക? സൗത്ത് വെസ്റ്റ്, ഇതെന്താ വരിക? സൗത്ത് ഈസ്റ്റ്. അപ്പം ഓക്കെ, ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എ മാൻ ഈസ് ഫേസിങ് വെസ്റ്റ്, ഹി ടേൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് വരച്ച് വെക്കാം. എന്താണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എ മാൻ ഈസ് ഫേസിങ് വെസ്റ്റ്. ഓക്കെ, മാൻ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മാൻ. ഓക്കെ, ഇതിനെന്താ പറഞ്ഞിട്ടുള്ളത്? ഹി ടേൺ 45 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അയാൾ എന്ത് പറഞ്ഞു? 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി അയാൾ വന്നാൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദെൻ അനദർ 180 ഡിഗ്രി ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് പിന്നെന്ത് പറഞ്ഞു? ഒരു 180 ഡിഗ്രിയും കൂടി എങ്ങോട്ട് മൂവ് ചെയ്തു പറഞ്ഞു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അതെന്തുണ്ടാവും? അപ്പം അയാൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 270 ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 220 എങ്ങോട്ട് മൂവ് ചെയ്തു? വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൂവ് ചെയ്തു. അപ്പം എവിടെ ഉണ്ടാവുക? അയാൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സിമ്പിളായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലാസ്റ്റ് പറഞ്ഞ കേസ് 270 ഡിഗ്രി ആണ്. നമുക്ക് 270 എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എങ്ങനെ ചെയ്താൽ 270 എങ്ങനെ എഴുതാൻ പറ്റും? 180 പ്ലസ് 90 ഡിഗ്രി എഴുതാൻ പറ്റൂലേ? 180 ആണ് ഇയാൾ ക്ലോക്ക് വേസിൽ വന്നത്. അപ്പോൾ ആ സെയിം 180 നിന്ന് എങ്ങോട്ട് വന്നു? ആൻറ്റി ക്ലോക്ക് വേസിൽ വന്നു. അപ്പം അയാൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അയാൾ ഇവിടെ ഉണ്ടാകുക തിരിച്ചു വരുമ്പോൾ. അപ്പം പിന്നെ എത്ര ഉള്ളത്? ഒരു 90 ഡിഗ്രി കൊണ്ട് 90 ഡിഗ്രി. ഇത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്? 45 ഡിഗ്രി. അപ്പോൾ ഫൈനലി അയാൾ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതേതാ ഡയറക്ഷന്? സൗത്ത് വെസ്റ്റ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കാറ്. ഈ ഒരു ഡയറക്ഷൻ സെൻസിങ്ങിൻ്റെ അത് ചോദിക്കാറ്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മതി? ഈ ഡയറക്ഷൻസ് അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് എന്താ, ആൻറ്റി ക്ലോക്ക് വൈസ് എന്താ, ലെഫ്റ്റ് എന്താ, റൈറ്റ് എന്താന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വരച്ച് നോക്കാം. ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? വൺ ഡേ രവി ലെഫ്റ്റ് ദ ഹോം ആൻഡ് സൈക്കിൾഡ് 10 കിലോമീറ്റർ സൗത്ത് വേർഡ്. അതായത് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 10 കിലോമീറ്റർ രവി ട്രാവൽ ചെയ്തു. ഓക്കെ, ടേൺ റൈറ്റ്. അതായത് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പം രവി എങ്ങാണ് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ആ സൗത്ത് നിന്ന് എന്താണ് പറഞ്ഞത്? റൈറ്റിലേക്ക് ടേൺ ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലാക്കണം. റൈറ്റും ലെഫ്റ്റും ആയ ആൻസർ കംപ്ലീറ്റ്ലി റോങ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിക്കാണ് അത് ഇതാക്കിയെടുക്കാൻ പറ്റുന്ന ആ രീതിക്ക് ഓർത്തെടുക്കുക. രവി വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ രവിയുടെ റൈറ്റ് ഏതായിരിക്കും? രവിയുടെ റൈറ്റ് ഇതായിരിക്കും. ഈ ഒരു പോർഷനിലായിരിക്കും എന്തിൻ്റെ? രവിയുടെ റൈറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്ക് എത്ര മൂവ് ചെയ്തു? 5 കിലോമീറ്റർ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. ഇത് 5 കിലോമീറ്റർ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടേൺ റൈറ്റ്. പിന്നെ ഇപ്പം രവി ഇങ്ങോട്ടാണുള്ളത്. അപ്പോൾ ആ ടൈമിൽ രവിയുടെ റൈറ്റ് എന്തായിരിക്കും? അങ്ങോട്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം അവിടുന്ന് എത്ര മൂവ് ചെയ്തിട്ടെന്ന് പറഞ്ഞത്? അവിടുന്ന് 10 തന്നെ പിന്നെയും മൂവ് ചെയ്തു. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടേൺ ലെഫ്റ്റ്. ഇപ്പം രവി ഇങ്ങനെയുള്ളത് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, വെസ്റ്റിലേക്കാണ്. അവിടുന്ന് എത്ര മൂവ് ചെയ്തു പറഞ്ഞു? ലെഫ്റ്റ് സൈക്കിൾഡ് 10 കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ നിന്ന് രവി എത്ര മൂവ് ചെയ്തു? 10 കിലോമീറ്റർ പിന്നെ മൂവ് ചെയ്തു. ഹൗ മെനി കിലോമീറ്റർ വിൽ ഹാവ് ടു സൈക്കിൾ ടു റീച്ച് ഹോം? അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് അവരുടെ ഹോം എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് വന്നു,
ആദ്യം 10 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു, പിന്നെ അവിടുന്ന് റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ വരുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്കാണ് വരിക, വെസ്റ്റിലേക്കാണ് വരിക. അവിടെ നിന്ന് എന്ത് വരുന്നു, 5 കിലോമീറ്റർ മൂവ് ചെയ്തു. പിന്നെ റൈറ്റ് ടേൺ എടുത്തു, അവിടുന്ന് 10 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. പിന്നെ അവിടുന്ന് എന്താണ് 10 കിലോമീറ്റർ മൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് തന്ന ഡാറ്റ ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്യുക. അതിൻ്റെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റും ലെഫ്റ്റും കൃത്യമായിട്ട് നോക്കണം. അത് മാറിയാൽ ആൻസർ കംപ്ലീറ്റ്ലി മാറും. ഓക്കെ, നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്, ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ഹാവ് ടു സൈക്കിൾ ടു റീച്ച്, അതായത് ഈ ഒരു പൊസിഷനിലേക്ക് എത്താണ്, ഈ ഒരു പൊസിഷനിൽ എത്ര കിലോമീറ്റർ രവി ഇനി റൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര ആയിരിക്കും, ഈ ഒരു 10ഉം പിന്നെ ഇവിടെ വരെയുള്ള 10ഉം പിന്നെ ഈ ഒരു ഇതും, ഇത് എത്രയാണ് അറിയാം, 5ആണ് അറിയാം. അപ്പോൾ എത്ര ആയിരിക്കും, 10 + 5 ആയിരിക്കും എന്ത്, 15 ആയിരിക്കും നമ്മൾ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ ഡയറക്ഷൻ വരച്ച് നോക്കാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ഇങ്ങോട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കാം. ഹി വെൻറ്റ് എ ചൈൽഡ് ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ഫാദർ. ഹി വെൻറ്റ് 90 meters ഇൻ ദ ഈസ്റ്റ്. അതായത് ഇങ്ങോട്ട് എത്ര പോയി, 90 മീറ്റർ മൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ വരെയാണെന്ന് വിചാരിക്കാം. ബിഫോർ ടേണിങ് ടു റൈറ്റ്, അതായത് റൈറ്റ് ടേൺ എടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് റൈറ്റ് ടേൺ എടുത്തിട്ട് എന്താ ചെയ്തത്, ഹി വെൻറ്റ് ടു 20 meters. റൈറ്റ് ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് ടേൺ ഇങ്ങോട്ട് ഉണ്ടാവും. എത്ര പറഞ്ഞത്, 20 മീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബിഫോർ ടേണിങ് ഇൻസൈഡ്, അതായത് റൈറ്റ് ടേൺ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്, റൈറ്റ് ടേൺ എടുത്തിട്ട് 30 മീറ്ററും കൂടി ട്രാവൽ ചെയ്തു. റൈറ്റ് ടേൺ പറയുമ്പോൾ എന്തുണ്ടാവും, ഇങ്ങോട്ടുണ്ടാവും. എത്ര ഉണ്ടാവും, 30. ഇത് 30. ഓക്കെ, ഫ്രം ഇറ്റ്സ് പോയിന്റ് ഇറ്റ്സ് ഫാദർ വാസ് നോട്ട് ദെയർ. അവിടെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഫ്രം ദർ ഹി വെൻറ്റ് 100 meters നോർത്ത്. എങ്ങോട്ടാണ്, ഇതാണ് നോർത്ത് വരുന്നത്. അങ്ങോട്ട് എത്ര പോയി, 100 മീറ്റർ പോയി. ടോട്ടൽ 100 ആയിരിക്കും. ഇത് 20 അപ്പോൾ ഇത് എത്ര ഉണ്ടാവും, ബാക്കി 80 ഉണ്ടാവും. ഓക്കെ, ഇത് 80. അപ്പോൾ ഇത് മൊത്തം 90, ഇത് 30. അപ്പം ഈ ഒരു പോർഷൻ എത്ര ഉണ്ടാവും, ഈ ഒരു പോർഷൻ ഇത് ഉണ്ടാവുക 60 ഉണ്ടാവും. ഓക്കെ, പിന്നെ ചോദിച്ചത് ഹൗ ഫാർ ഡിഡ് ദ സൺ മീറ്റ് ദ ഫാദർ ഫ്രം സ്ട്രേറ്റ് പോയിന്റ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസിന് ശേഷമായിരിക്കും എന്തുള്ളത്, ഫാദറിനെ സ്ട്രേറ്റ് പോയിന്റ് ആണ് പറഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രേറ്റ് പോയിന്റ് ഏതാണ്, ഇതാണ്. ഇതിപ്പോൾ എങ്ങനെ വരിക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ സൈഡ്സ് ഏതാ, 8ഉം 60. നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു സൈഡ് കാണാൻ. അപ്പം എന്ത് വരും, 80² + 60² എത്ര വരും, 100 വരും. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു ഹി വെൻറ്റ് ടു 90 meter ഈസ്റ്റിലേക്ക്, എല്ലാവർക്കും പറയണ്ട. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബിഫോർ ടേണിങ്, അതായത് അയാൾ റൈറ്റ് ടേൺ എടുക്കുന്നതിന് മുമ്പ് 90 meter പോയി. അപ്പം റൈറ്റ് ടേൺ എടുത്തതിന് ശേഷം പിന്നെ എത്ര പോയത്, 20 പോയി. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുന്നത് ഇവിടെ, അതുപോലെ തന്നെ പിന്നെ കൊണ്ടുവന്നു ബിഫോർ ടേണിങ് ടു ഇറ്റ്സ് റൈറ്റ്. പിന്നെ 20 കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഒരു റൈറ്റ് ടേൺ എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര പോയത്, 30 meter ആണ്. പിന്നെ നോർത്തിലേക്ക് 100 meter പോയി. അപ്പം നമ്മൾ തന്ന ഡാറ്റ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരച്ച് വെക്കുക. എന്നിട്ട് എന്താണോ കാണേണ്ടത് അത് കണ്ടാൽ മതി. സിമ്പിളാണ്, ഇക്വേഷൻസ് ഒന്നും പഠിക്കാനല്ല. സിമ്പിളായിട്ട് തന്ന ഡാറ്റ അവിടെ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയാൽ മതി. അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ശ്രദ്ധിക്കണം. റൈറ്റും ലെഫ്റ്റും നിങ്ങൾ ചെയ്ത് തന്നെയാണെന്ന് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐ ഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.